ഷാർജയിൽ ആത്മഹത്യ ചെയ്ത കൊല്ലം കേരളപുരത്തെ ബിബഞ്ചിയുടെ മരണത്തിൽ നിയമപോരാട്ടത്തിന് കുടുംബം തയ്യാറെടുത്തു കഴിഞ്ഞു. ബിബഞ്ചിയുടെ അമ്മയും സഹോദരനും നേരിട്ട് ഷാർജ പോലീസിനെ സമീപിക്കും. അമ്മ യുഎയിൽ എത്തിക്കഴിഞ്ഞു. സഹോദരൻ വൈകുന്നേരം ഷാർജയിൽ വണ്ടി ഇറങ്ങും. ഇതിനായി അമ്മ യാത്ര ചെയ്തു. അമ്മയുടെ കണ്ണീര് നിങ്ങൾ 24 കണ്ടതാണ്. ബിബഞ്ചിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇന്ന് ലഭിക്കാൻ സാധ്യതയുണ്ട്. ദുബായിൽ നിന്നും നമ്മുടെ പ്രതിനിധി അരുൺ പാറാട്ട് തത്സമയം ചേരുന്നു. അരുൺ, ഗുഡ് മോർണിംഗ്. അരുൺ, ശരിക്കും ഈ വിഭഞ്ചിയുടെ മൃതദേഹം ഇന്ത്യയിൽ സംസ്കരിക്കണം, കേരളത്തിൽ സംസ്കരിക്കണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. കേരളപുരത്തെ അവരുടെ ബന്ധുക്കൾക്കൊക്കെ ആഗ്രഹം അത് തന്നെയാണ്. എന്നാൽ അവിടെ സംസ്കരിക്കാനുള്ള ശ്രമം ഇപ്പോൾ ഷാർജയിൽ ഇവരുടെ ഭർത്താവ് നിതീഷ് നടത്തുന്നുണ്ടോ? ഗുഡ് മോർണിംഗ്. വിഭഞ്ചിയുടെ മൃതദേഹം ഷാർജയിൽ സംസ്കരിക്കണം എന്ന് ഭർത്താവ് ആവശ്യപ്പെടുന്നില്ല. പക്ഷേ മകളുടെ മൃതദേഹം ഇവിടെ സംസ്കരിക്കണം എന്നത് ഭർത്താവ് ഇവിടെയുള്ള പോലീസിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ മരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നാട്ടിൽ എത്തിക്കണം എന്നുൾപ്പെടെയുള്ള നടപടികളാണ്, അതുമായി ബന്ധപ്പെട്ട ശ്രമങ്ങളാണ് വിഭഞ്ചികയുടെ ബന്ധുക്കളുടെ ഭാഗത്ത് പുരോഗമിക്കുന്നത്. കേരളത്തിൽ പോലീസ് കേസ് നൽകിയതിന് പുറമെ ഷാർജയിലും ഇപ്പോൾ നേരിട്ടെത്തി കേസിന്റെ ഈ ഒരു നടപടിക്രമങ്ങൾ ശക്തമാക്കാനാണ് വിഭഞ്ചിയുടെ ബന്ധുക്കളുടെ തീരുമാനം. ഇതിനായി ഇന്ന് പുലർച്ചെ വിഭഞ്ചികയുടെ അമ്മ ഷാർജയിൽ എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സഹോദരനും ഇന്ന് വൈകിട്ട് ഇവിടെ ഷാർജയിലെത്തും. അദ്ദേഹം കാനഡയിലാണ് ഉള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ രക്തബന്ധത്തിലുള്ള ആളുകൾ ഇത്തരത്തിൽ ഇവിടെ സ്ഥലത്തുള്ളത് ഈ ഒരു കേസിനും ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികൾക്കും എല്ലാം വലിയ തോതിൽ ഗുണം ചെയ്യും, സഹായകരമാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഇപ്പോൾ സ്ത്രീധനത്തിന്റെ പേരിലുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് ഈ മരണത്തിലേക്ക് നയിച്ചത് എന്ന അടക്കമുള്ള ആരോപണങ്ങൾ തന്നെയാണ് ഇപ്പോൾ ശക്തമായിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട നിരവധി തെളിവുകൾ, അത് വോയിസ് ക്ലിപ്പുകളുണ്ട്, വീഡിയോ ക്ലിപ്പുകളുണ്ട്, അതോടൊപ്പം തന്നെ ഫോട്ടോകളും വാട്സ്ആപ്പ് ചാറ്റുകളും ഉൾപ്പെടെയുണ്ട്. ഇതെല്ലാം ഇതിനോടകം തന്നെ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ഷാർജ പോലീസ് ഈ വിഷയത്തെക്കുറിച്ച് കൃത്യമായി തന്നെ അന്വേഷണം നടത്തി വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഇന്ന് അമ്മ ഈ പോലീസിൽ ആത്മഹത്യക്കുറിപ്പും അതോടൊപ്പം തന്നെ ഈ ഡിജിറ്റൽ തെളിവുകളും എല്ലാം നൽകും. വിഭഞ്ചികയുടെ ഫോണും ലാപ്ടോപ്പും ഉൾപ്പെടെ നഷ്ടപ്പെട്ട നിലയിലാണെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നുണ്ട്. അതും കണ്ടെത്തേണ്ടതുണ്ട്. അപ്പോൾ അമ്മ ഇന്നിപ്പോൾ നേരിട്ട് പോലീസിന് പരാതി നൽകുമ്പോൾ അന്വേഷണത്തിൽ ഇതെല്ലാം സഹായകരമാകുമെന്ന് തന്നെയാണ് നമുക്ക് കരുതാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ത്യൻ കോൺസുലേറ്റിനെയും ഇവർ ഇന്ന് സമീപിക്കും. കോൺസുലേറ്റും വിഷയം വലിയ തോതിൽ തന്നെ ഗൗരവമായി സമീപിച്ചു വരികയാണ്, പരിശോധിച്ചു വരികയാണ്. ഇതിന്റെ ഭാഗമായി കോൺസുലേറ്റിന്റെ അനുമതി ഇല്ലാതെ ക്രിമേറ്റ് ചെയ്യരുത് എന്നതടക്കം കോൺസുലേറ്റ് അറിയിച്ചിട്ടുണ്ട് എന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഈ വിവരങ്ങൾ ഏകോപിപ്പിക്കുന്ന വക്കീലായിട്ടുള്ള അഡ്വക്കേറ്റ് അജി കുര്യാക്കോസ് കഴിഞ്ഞ ദിവസം 24 തന്നെ പറഞ്ഞിരുന്നു. ഇനിയിപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ എന്തായാലും പൂർത്തിയാകേണ്ടതുണ്ട്. വിഭഞ്ചികയുടെ പോസ്റ്റ്മോർട്ടമാണ് ഇനിയിപ്പോൾ പൂർത്തിയാകുന്നത്. മകൾ വൈഭവിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്നിരുന്നു. ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളായിരുന്നു ഈ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത്. കുഞ്ഞിനെ കഴുത്ത് ഞെരിച്ച് കൊന്ന ശേഷം കെട്ടിത്തൂക്കി എന്നടക്കമുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നത്. അതോടൊപ്പം തന്നെ കുഞ്ഞിന്റെ ശരീരത്തിൽ ആക്രമണത്തിന്റെയോ പരിക്കിന്റെയോ മറ്റു പരിക്കുകളോ കണ്ടെത്തിയിട്ടില്ല എന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇനി എന്തായാലും വിഭഞ്ചികയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി ഇന്നോ നാളെയോ ആയി ലഭിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എങ്കിൽ ഈ ഒരു ആഴ്ചയോട് കൂടി തന്നെ വിഭഞ്ചികയുടെ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കാനാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഓക്കെ, വിഭഞ്ചികയുടെ അമ്മ യുഎയിൽ എത്തിയിട്ടുണ്ട്. സഹോദരൻ ഇന്ന് വൈകുന്നേരം അവിടെ എത്തും. അവർ ഷാർജ പോലീസുമായി ബന്ധപ്പെടും. രണ്ടുപേരുടെയും മൃതദേഹം കേരളപുരത്ത് സംസ്കരിക്കാനാണ് അവരുടെ ആഗ്രഹം. മാത്രമല്ല, ഇത് റീപോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട സാഹചര്യം ചിലപ്പോൾ വന്നു എന്ന് വരാം. കാരണം കേസിൽ കാര്യമായ അന്വേഷണം നടത്തണമെങ്കിൽ റീപോസ്റ്റ്മോർട്ടം